ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഭവാനെ, അത്ര പെട്ടെന്നൊന്നും ഈ ഗോപാൽജി മരിക്കില്ലടാ. മരണത്തെക്കുറിച്ചൊന്നും സംസാരിക്കരുത് ഗോപാൽജി. പെട്ടെന്ന് നാട്ടുകാരെല്ലാം മനസ്സാവാച കർമ്മണ ഞാൻ അറിയാത്ത തെറ്റിന് എന്നെ കുറ്റപ്പെടുത്തിയപ്പോ മനസ്സങ്ങ് തളർന്നുപോയി, കൂടെ ശരീരവും. എല്ലാരെയും പോലെ നിനക്കും എന്നെ സംശയമുണ്ടോ മോനെ? ഒരിക്കലുമില്ല ഗോപാൽജി. നമ്മളെ ചതിച്ചത് ആരാണെന്ന് എനിക്ക് അറിയേണ്ടത്. അയാളെ എന്റെ കൈ കിട്ടിയ അതവന്റെ അവസാനമായിരിക്കും. ഗോപാൽജിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്നോട് ബദ്ധശത്രുത പ്രഖ്യാപിച്ച 2 പേരെ ഈ നാട്ടിലുള്ളൂ. ഒന്ന് മഞ്ജു. അവള് നിന്റെ ഭാര്യ ആയതുകൊണ്ടും സത്യസന്ധയായ ഒരു പോലീസുകാരി ആയതുകൊണ്ടും ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് കരുതാം. പിന്നെയുള്ളത് മഹിമയാ. അവൾ പ്രതികാരം ചെയ്യാൻ ഏതറ്റം വരെ പോകുന്ന ആളാ. അങ്ങനെയൊന്നും പറയരുത് ഗോപാൽജി. അങ്ങയുടെ ജീവൻ രക്ഷിച്ചത് അവളാ. ശത്രുവിന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരാൾക്ക് സ്വന്തം കൂട്ടുകാരന്റെ ജീവൻ എടുക്കാൻ തോന്നൂ? അതിന് ഒരാളുടെ ജീവൻ പോകുന്നുള്ള അറിഞ്ഞാലല്ലേ. ചിലപ്പോ നമ്മുടെ ബാറ് പൂട്ടിക്കാൻ വേണ്ടി ചെറിയൊരു പണി തരാൻ മാത്രമേ അവൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇത്ര ആളുകളെ അത് ബാധിക്കുമെന്നും അവളുടെ ഒരു കൂട്ടുകാരൻ മരിക്കുമെന്നും അവൾ കരുതിയിട്ടുണ്ടാവില്ല. ഗോപാലിന് കൊടുക്കാൻ പോകുന്ന അടുത്ത പണി ഗിരിയേട്ടന്റെ മൂക്കിന്റെ താഴെ കൂടെ പോയിട്ടായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഞാനേ വെറുതെ എന്റെ മനസ്സിലുള്ളൊരു സംശയം എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ഇത് പോലീസിനോടോ സഞ്ജുവിനോടോ മറ്റാരോടും പറയാൻ നിൽക്കണ്ട. മഹിമ പഠിക്കുന്ന കുട്ടിയല്ലേ. അവളുടെ ഭാവി നമ്മൾ കാരണം നശിക്കരുത്. താങ്ക് യു ഗോപാൽജി. ഞാൻ മഹിമയോടല്ലേ നന്ദി പറയേണ്ടത്? അവൾ എന്റെ ജീവൻ രക്ഷിച്ചതല്ലേ. ഇത് എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ സഹായം മാത്രം. നീ ചെല്ല്. ശരി. അതെ, പിന്നെ നീ ഇതിനെക്കുറിച്ച് മഹിമയോട് ചോദിച്ച് ബഹളം ഉണ്ടാക്കാനൊന്നും നിൽക്കണ്ട. ശരി. ശരി. നീ എന്തായാലും ബഹളം വയ്ക്കുമെന്ന് എനിക്കറിയാം. മഹിമേ, എന്റെ ജീവൻ നീ രക്ഷിച്ചതില് നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഞാൻ അനുപമ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അവര് പൂർണ്ണമായിട്ടും നമ്മുടെ അന്വേഷണവുമായി സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തവണയെങ്കിലും ഗോപാലിനെ അഴി എണ്ണിച്ചേ പറ്റൂ. ഇനിയും നമ്മൾ തോറ്റുപോയാ നാട്ടുകാർക്ക് പോലീസിലും നിയമത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. അത് ശരി. നിങ്ങൾക്ക് നാട്ടുകാരുടെ മുന്നില് പേരുണ്ടാക്കാൻ വേണ്ടി എന്റെ അച്ഛനെ ബലിയാടാക്കണമല്ലേ? എന്റെ ഡാഡി അറസ്റ്റ് ചെയ്യാന്നുള്ള തെറ്റിദ്ധാരണയൊന്നും നിനക്ക് വേണ്ട മഞ്ജു. തെറ്റ് ചെയ്തത് ആരാണെങ്കിലും അവര് ശിക്ഷിക്കപ്പെടണം. അത് ഗോപാലിനാണെങ്കിലും അയാളുടെ മക്കളാണെങ്കിലും. നീ ഈ ചെയ്യുന്നതെല്ലാം ഗോപാൽജിയുടെ കുടുംബത്തോടുള്ള പക കൊണ്ടാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. നീ ഇങ്ങനെ എന്തൊക്കെ നമ്പർ ഇറക്കിയാലും കോടതി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ തീരുമാനമെടുക്കൂ. ഗോപാലിനെതിരെ ആവശ്യമുള്ള തെളിവുകളുമായി ഞാൻ വരുന്നുണ്ട്. മിക്കവാറും ആശുപത്രിയിൽ നിന്നും നേരെ നിന്റെ അച്ഛൻ പോവാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും. അങ്ങനെ ആരും സ്വപ്നം കാണണ്ട. ചെയ്യാത്ത കുറ്റത്തിന് ഗോപാൽജി അറസ്റ്റ് ചെയ്യാന്ന് പോലീസ് വെറുതെ സ്വപ്നം കാണണ്ടാന്ന്. ബാറിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാൻ കാരണക്കാരൻ ഗോപാലൻ അല്ലെങ്കിൽ പിന്നെ ആരാ? മഹിമ. മഹിമയോ? അവൾക്കും ഇതുമായിട്ട് എന്ത് ബന്ധം? ബാറ് പൂട്ടിക്കണമെന്ന ലക്ഷ്യത്തോടെ ആയിരിക്കും മഹിമ ഇത് ചെയ്തത്. ഒരാളുടെ ജീവൻ പോകുമെന്ന് അവളും കരുതി കാണില്ല.
മഹിമയാണ് ഇത് ചെയ്തതെന്ന് ഗിരിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഗോപാൽജിക്കെതിരെയും തെളിവൊന്നുമില്ലല്ലോ. മഹിമ എന്നോട് എന്റെ മൂക്കിന് താഴെ കൂടെ പോയി ഗോപാൽജിക്ക് പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോപാൽജിയുടെ ബാർ നോക്കി നടത്തുന്നത് ഞാനല്ലേ, അതുകൊണ്ടായിരിക്കും അവള് ബാറിനെ തന്നെ ലക്ഷ്യം വെച്ചത്. ശരിയാ, മഹിമ തന്നെ ആയിരിക്കും ഇത് ചെയ്തത്. ദേ, നീ വെറുതെ അനാവശ്യം പറയരുത്. ഒരാളുടെ ജീവൻ വെച്ചൊരിക്കലും മഹിമ കളിക്കില്ല. നിന്റെ അനിയത്തിയോടുള്ള സ്നേഹം കാരണം അവള് ചെയ്യുന്ന തെറ്റ് നിനക്ക് കാണാൻ കഴിയില്ല. ഇനിയും ഗോപാൽജിയാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞ് സ്വയം വിശ്വസിപ്പിക്കാമെങ്കിൽ ആയിക്കോ. പക്ഷെ എനിക്കറിയാം തെറ്റ് ചെയ്തത് ആരാണെന്ന്.